ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ കണ്ണാടി ചെടി അല്ലെങ്കിൽ തിരുഹൃദയം ചെടി എന്നൊക്കെ പറയുന്ന കോളീസ് ചെടിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് കോളീസ് ചെടിയുടെ പരിപാലനവും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഒരു ചെടി അധികം നീണ്ടു പോകാതെ നമുക്ക് ബുഷായിട്ട് നമ്മുടെ ചെടിയിൽ ഒതുക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ മണ്ണിലാണ് നട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മണ്ണിൽ ഈ ഒരു ചെടി ഒതുക്കിയെടുക്കേണ്ടതിനെ കുറിച്ചാണ്. ഈ ഒരു കോളീസ് ചെടിക്കുള്ള പ്രശ്നം ശ്രദ്ധിക്കാതെ വിട്ടുപോയി കഴിഞ്ഞാൽ ചെടി അവിടെ കിടന്നിട്ട് ഒരുപാട് പൊക്കം വെച്ച് നീണ്ട് ആകെ ഭംഗിയില്ലാത്ത രീതിയിലേക്ക് ചെടി മാറാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം മാറ്റിയിട്ട് നല്ല രീതിയിൽ ചെടി മാറ്റിയെടുക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പഴച്ചെടികൾ വളർത്തുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ 6 മിനിറ്റ് 41 സെക്കൻഡ് ആവുന്ന സമയത്ത് സ്റ്റക്കായിട്ട് പിന്നെ 7 മിനിറ്റ് 54 സെക്കൻഡിലാണ് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 മിനിറ്റോളം വീഡിയോ അവിടെ സ്റ്റക്കായി പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഒറിജിനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്ലോഡ് ചെയ്ത ശേഷം പബ്ലിക് ആയ ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ യൂട്യൂബിനോട് ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് പറഞ്ഞത് അത് എന്തെങ്കിലും ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിച്ചായിരിക്കും, അത് നമുക്ക് മാറ്റാൻ സാധ്യമല്ല, അതങ്ങനെ തന്നെ നിൽക്കുന്നതാണ് പറയുന്നത്. ഒരു വീഡിയോയുടെ ഒറിജിനൽ വീഡിയോ, ഈ സ്റ്റക്ക് ഇല്ലാതെ ഒറിജിനൽ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മുടെ ഹാപ്പി ഗാർഡനിങ് മലയാളം പേജ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കണ്ണാടി ചെടി തിക്കായിട്ട് വളരാൻ വേണ്ടി നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാനാണ് പറയാറ്. പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് ഈ ചെടി വളർന്നു വരും. പക്ഷേ പലരും പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചെടിയിൽ ഒരു ശിഖരം അല്ലെങ്കിൽ 2 ശിഖരം ഉണ്ടായിട്ട് അത് വല്ലാതെ അങ്ങ് നീണ്ടു പോകും. ഒരുപാട് നീണ്ടു പോകുമ്പോൾ വീണ്ടും അതിനെ പ്രൂൺ ചെയ്ത് ഒതുക്കി കൊടുക്കും, വീണ്ടും അത് നീണ്ടുപോകും, വീണ്ടും പ്രൂൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെടി തിക്കായിട്ട് വരില്ല, പകരം 1-2 ശിഖരങ്ങൾ മാത്രം ഉണ്ടായി നീണ്ടു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയല്ല നമ്മളിത് പ്രൂൺ ചെയ്യേണ്ടത്. അങ്ങനെ പ്രൂൺ ചെയ്താൽ നമുക്ക് ഈ ചെടി തിക്കായിട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഇത് താഴെ വെച്ച് അങ്ങ് മുറിക്കുക. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ താഴെ വെച്ച് ഈ ചെടി അങ്ങ് മുറിച്ച് കളഞ്ഞാൽ താഴേക്ക് പിന്നെ എത്ര ഇലഞ്ഞെട്ടുകളുണ്ടോ അവിടെ നിന്നെല്ലാം പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളച്ചുണ്ടാവും. അങ്ങനെ ഈ താഴെ നിന്ന് ഉണ്ടാകുന്ന ശിഖരങ്ങളിൽ ഏകദേശം 3 ഇഞ്ച് 4 ഇഞ്ച് വലുപ്പം എത്തുമ്പോൾ തന്നെ അതിൽ തന്നെ 2ഓളം അല്ലെങ്കിൽ 2ൽ കൂടുതൽ ഇലഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇലഞ്ഞെടുപ്പുകളുടെ തൊട്ട് മുകളിൽ വെച്ച് എല്ലാ ശിഖരങ്ങളും, ഈ തെഴുത്ത് വന്ന എല്ലാ ശിഖരങ്ങളുടെയും തലപ്പുഭാഗം നമ്മൾ നുള്ളിക്കളയുക. ഇങ്ങനെ നുള്ളിക്കളഞ്ഞാൽ ഈ തെഴുത്ത് വന്ന ശിഖരങ്ങളിൽ നിന്ന് വീണ്ടും പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളച്ചുണ്ടാവും. ഇങ്ങനെ നമ്മൾ വീണ്ടും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഈ ചെടി ഉണങ്ങിപ്പോയില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പലർക്കും ഈ പ്രൂണിങ് ചെയ്ത് കൊടുക്കാൻ തന്നെ മടിയുള്ള കാര്യം ഇത് ചെടി ഉണങ്ങിപ്പോയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഒരിക്കലും പേടിക്കേണ്ട, ഈ ചെടി ഉണങ്ങി പോകത്തില്ല. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെടിയിൽ തിക്കായിട്ട് പുതിയ ശിഖരങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ഓരോ തവണ തലപ്പ് നുള്ളി കൊടുക്കുന്ന സമയത്തും ചുവട്ടുനിന്ന് പുതിയ ശിഖരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് ഉയരം പോകാതെ വീണ്ടും നമ്മൾ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ ചട്ടി നിറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോളീസ് ചെടി നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്. റോസൊന്നും നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യാറില്ലെങ്കിലും പെട്ടെന്ന് വളരുന്ന എല്ലാ ചെടികൾക്കും നമ്മൾ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വളരുന്ന ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കൊണ്ടൊക്കെ നന്നായിട്ട് ഉയരം പോകുന്ന ചെടികളുണ്ടല്ലോ. 2 മാസം കൊണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് 2 മാസം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഉയരം പോകുന്ന ചെടികളൊക്കെ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് ചെടിച്ചട്ടി തന്നെ ഒതുക്കി കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്ത് അതിനെ പിന്നെ വിട്ട് കഴിഞ്ഞാൽ ആ ചെടി ഒരുപാട് നീണ്ടുപോയി അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാത്ത രീതിയിലേക്ക് ചെടി മാറും. ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് 3 തവണയായിട്ട് അല്ലെങ്കിൽ 4 തവണയായിട്ട് തെഴുത്ത് വരുന്ന പുതിയ തെഴുപ്പുകൾ തന്നെ നമ്മൾ വീണ്ടും നുള്ളി കൊടുക്കുന്നത്. ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ചെടി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് പേർക്ക് ഉണ്ടാകുന്ന സംശയമൊന്നും, നമ്മുടെ കോളീസ് ചെടി കീടബാധകൾ വന്നിട്ട് ഒരുപാട് നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ പതിച്ച് അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് നമ്മൾ ഒതുക്കി കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കീടത്തിൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇലത്തീനി പുഴുക്കളോ അല്ലെങ്കിൽ ഇലച്ചുരുട്ടി പുഴുക്കളൊക്കെ വന്ന് ഇതിൻ്റെ ഇലകൾ കടിച്ചു കഴിഞ്ഞാൽ, ആ തണ്ടിൻ്റെ ഭാഗം കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചെടി അവിടെ സ്റ്റോപ്പായി പോകും. അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഫില്ലാക്കി നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കീടം വരുന്നതിന് മുൻപായിട്ട് തന്നെ മുൻകരുതലായിട്ട് നമ്മൾ കീടനാശിനിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കണം. ഈ കോളീസ് ചെടിക്ക് അടിക്കാൻ പറ്റിയ നല്ലൊരു കീടനാശിനി നമ്മുടെ വേപ്പെണ്ണയാണ്. നമുക്ക് വേപ്പെണ്ണ 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന്, നമുക്ക് സോപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 ml സോപ്പിലായനി ഒരു 4 ml വേപ്പെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേപ്പെണ്ണ മാത്രമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. ഒരു 4 ml വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഈ 2 രീതിയും എഫക്റ്റീവാണ്. സോപ്പിലായനി ചേർത്താണ് ഒന്നും കൂടി എഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോളീസ് ചെടി ഉണ്ടാകുന്ന കീടങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
പിന്നീട് കീടങ്ങളുടെ ശല്യം ഇതിലുണ്ടാവില്ല. അപ്പോൾ പിന്നീട് കീടശല്യം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 12 ദിവസം കൂടുമ്പോൾ ഇത് തളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെടി കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെടി ഒരുപാട് കാലം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് 2 മാസം കഴിയുമ്പോൾ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമാണ്. ഇതിന്ന് ചില ശിഖരങ്ങൾ പെട്ടെന്ന് വളർന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ശിഖരങ്ങളൊക്കെ നമ്മൾ തലപ്പ് നുള്ളി കൊടുക്കുക. താഴോട്ട് താഴ്ത്തി വെച്ചിട്ട് തലപ്പ് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരുപാട് ഗ്രോത്ത് കാണിക്കുന്ന ചെടിയിൽ നിന്നും പിന്നെയും പുതിയ ശിഖരങ്ങൾ ഉണ്ടാക്കിയിട്ട് ബുഷാക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കോളിസ് ചെടി ബുഷാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.